إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയുള്ള ജീവിതമാക്കി തീർക്കുകയും പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ മരണം വരെ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നാം ഏവരെയും അതിന് സഹായിക്കുകയും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ജീവിതത്തിൽ നാം അകപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആകുലതകൾ, വ്യാകുലതകൾ, വിഷമങ്ങൾ, ഉത്കണ്ഠകൾ ഇവയെല്ലാം തന്നെ പൂർണ്ണമായ ആശ്വാസമുള്ള ഒരു പരിഹാരം ലഭിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആലയും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെയും പഠിപ്പിച്ച ഒരു കലിമത്തുണ്ട്. നാവുകൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്. മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ ആ കലിമത്ത് നമുക്ക് പറയാം. എന്നാൽ ആ കലിമത്തിലുള്ള ആശയവും അർത്ഥവും വളരെ വിശാലമാണ്, ബൃഹത്തുമാണ്. ഏതാണ് ആ കലിമത്ത്? വിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് കാണാം, ഹദീസുകളുടെയും കാണാം ആ കലിമത്ത്. അത് ഹസ്ബി അല്ലാ എന്നുള്ളതാണ്. അറബി ഭാഷയിൽ അതിന് അൽ ഹസ്ബല എന്ന് പറയും. ഹസ്ബല എന്ന് പറഞ്ഞാൽ ഹസ്ബി അല്ലാ എന്നാണ്. അതിനേക്കാൾ കൂടുതൽ അർത്ഥവ്യാപ്തിയും ആശയം ഉള്ള വേറൊരു വാക്കാണ് ഇതിനോട് ചേർത്ത് പറയുന്നതാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലെങ്കിൽ ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പറയാം. ഈ വാക്ക് പറയുന്നതോടുകൂടി എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹു മതി. ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി. വനിഅമൽ വകീൽ, അല്ലാഹുവാണ് ബരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ. പണ്ഡിതന്മാർ പറഞ്ഞു, കലിമത്തു ഇൽത്തിജാഇൻ വസ്തിആനതിൻ വഇഅ്തിമാദിൻ, അല്ലാഹുവിലേക്ക് അവലംബമാക്കിയും അല്ലാഹുവിലേക്ക് സർവ്വതും
പരമേൽപ്പിച്ചും അവനെ ആശ്രയിച്ചും അവനിൽ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു വാക്കാണ് ഹസ്ബുനല്ലാ എന്ന് പറയുന്നതും ഹസ്ബി അല്ലാ എന്ന് പറയുന്നതും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയുന്നതും. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും കടുപ്പമേറിയ കടുത്ത പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോഴും ബേജാറും പേടിപ്പെടുത്തുന്ന ഭയവിഹ്വലരമായ രംഗങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്നാലും സാക്ഷികളാകേണ്ടി വന്നാലും ഈ വാക്കുച്ചരിക്കുന്നതോടുകൂടി പ്രശ്നങ്ങളെല്ലാം തീർന്നു പോകും. ഒട്ടനവധി സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഈ വാക്ക് പറയുന്നതോടുകൂടി അതിൽ നിന്ന് പൂർണ്ണമായ മോക്ഷം ലഭിച്ച ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ അൻഅമു വസാഹിബുൽ ഖർനി. പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം, പ്രവാചകൻ പുഞ്ചിരിച്ചിട്ടേ ഉള്ളൂ. ആഹ്ലാദ ചിത്തനായി പൊട്ടിച്ചിരിച്ചൊരു സന്ദർഭം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം പ്രവാചകൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ ലളഹിക്തും ഖലീല വലബകൈതും കസീറ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ച കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരുകയാണെങ്കിൽ ലളഹിക്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കുകയുള്ളൂ, സന്തോഷിക്കുകയുള്ളൂ. വലബകൈതും കസീറ, ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സമയം കരയുകയാണ് ചെയ്യുക എന്ന് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. പ്രവാചകൻ പറയാണ്, കൈഫ അൻഅമു വസാഹിബുൽ ഖർൻ, ഞാൻ എങ്ങനെ സുഖം കാണുവാൻ, ഞാൻ എങ്ങനെ ചിരിക്കും, ഞാൻ എങ്ങനെ ആഹ്ലാദ ചിത്തനാകും, സന്തോഷവാനാകും. പ്രവാചകൻ പറയാൻ എന്താ കാരണം? വസാഹിബുൽ ഖർൻ, സൂറെന്ന കാഹളത്തിൽ അത് ഊതുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട അതിൻ്റെ ആള് ഖദിൽ തഖമൽ ഖർൻ, ആ കാഹളം തൻ്റെ ചുണ്ടിൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. സൂറെന്ന കാഹളം ഊതുവാൻ വേണ്ടി അതിൻ്റെ ആൾ ആ കാഹളം തൻ്റെ ചുണ്ടിൽ കടിച്ചു പിടിച്ചിരിക്കുന്നു. വസ്തമഅൽ ഇദ്ന മതാ യുഅ്മറു ബിന്നഫഖി വയൻഫഖു, അല്ലാഹുവിൽ നിന്ന് കൽപ്പന കിട്ടാൻ വേണ്ടി വഹനാ ജബ്ഹതുഹു, തൻ്റെ നെറ്റിത്തടം താഴ്ത്തിരിക്കുകയാണ്, കാത് കൂർപ്പിച്ചിരിക്കുകയാണ് ഈ ഊതുന്ന ആള്. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്, ആ മലക്കാണ്. അദ്ദേഹത്തിന്റെ ചുണ്ടിൽ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഈ ലോകം മൊത്തം ഒറ്റയടിക്ക് നശിക്കുന്ന ഒരു കാഹളത്തിൽ ഊതുന്നവരുണ്ട്. ആ കാഹളത്തിൽ ഊതുന്ന അത് സൂറ് ചുണ്ടിൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ്, തല താഴ്ത്തിരിക്കുകയാണ്, കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് പ്രവാചകൻ, ഞാൻ എങ്ങനെ സന്തോഷിക്കും? അതാണ് അവസ്ഥ. ഏത് സംഭവത്തും അള്ളാഹുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ മലക്ക് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടി ആ കാഹളം എടുക്കണ്ട, ചുണ്ടത്ത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്, അള്ളാഹുലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ ഓർഡർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ചിരിക്കും, സന്തോഷിക്കും, ആഹ്ലാദിക്കും കൂട്ടരെ എന്ന് സ്വഹാബത്തുൽ കിറാമിനോട് പറയാം. സ്വഹാബത്ത് പേടിച്ചു, സ്വഹാബത്താകെ ബേജാറായി. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനത്തെ സന്ദർഭം വരുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കഠോരമായ ഭയവിഹ്വലരമായ സംഭവമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫയൗമ യുൻഫഖു ഫിസ്സൂർ
ഫഫസിഅ മൻ ഫിസ് സമാവാതി വൽ അർള് ഇല്ലാ മാ ശാ അല്ലാഹ്. സൂറത്തുൻ നംലിൽ കാണാം. കാഹളത്തിൽ ഊതുന്ന സമയത്ത് ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം തന്നെ ഭയവിഹ്വലരായി മാറും. അങ്ങനത്തെ ഒരു സന്ദർഭമാണ് സൂറന്ന കാഹളത്തിൽ മലക്കൂതുമ്പോൾ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ എന്താണ് പറയേണ്ടത് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖൂലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. ഇങ്ങനെ പറഞ്ഞോളി, സദാസമയം ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാഹുവാണ് ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ, അല്ലാഹുവിലാണ് ഞങ്ങളെല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അലല്ലാഹി തവക്കൽനാ. മനഃപ്പാഠമാക്കി പഠിച്ചോളിയും സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. എന്താ പറയാനുള്ളത്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. എത്ര വാക്കുള്ളൂ, എത്ര മിനിറ്റ് വന്നു, എത്ര സെക്കൻഡ് വന്നു? ഇത് എപ്പോഴും നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് പരിപൂർണമായ രക്ഷയും മോക്ഷവും നൽകുമെന്നാണ്. ഇനിയോ അടുത്ത സന്ദർഭം, ഉഹദ് യുദ്ധത്തിൽ നമുക്കൊക്കെ അറിയാം, ഇസ്ലാമിന് ആദ്യത്തിൽ വിജയമുണ്ടാവുകയും രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരു അശ്രദ്ധ കാരണം അള്ളാഹുവിന്റെ ഖലാഉം ഖദറും രേഖപ്പെടുത്തിയ കാരണം മുസ്ലിങ്ങൾക്ക് പരാജയമുണ്ടായി. എങ്ങനത്തെ പരാജയം? ഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിരടിക്ക് വെട്ടേറ്റു, അവിടുത്തെ കവിൾ കീറി, അവിടുത്തെ നെറ്റിക്ക് വെട്ടേറ്റു. അങ്ങനെ പ്രവാചകന് അങ്ങേയറ്റം പരിക്കുകളുള്ള യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. പോരാത്തതിന് പ്രവാചകന്റെ ഇഷ്ടപ്പെട്ടവരും സ്വന്തക്കാരുമായ 70ഓളം സ്വഹാബിമാർ രക്തപങ്കിലമായി കൊണ്ട് രക്തസാക്ഷികളായി മാറി. 70ഓളം സ്വഹാബിമാർ. പോരാത്തതിന് അവരുടെ നേതാവ്, നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് വെട്ടേറ്റു, പിരടിക്ക് വെട്ടേറ്റു, നെറ്റി പൊട്ടി, കവിള് കീറി. അതൊക്കെ പ്രവാചകൻക്ക് ബാധിച്ചു ആ യുദ്ധത്തിൽ. അങ്ങനെ പ്രവാചകനും സ്വഹാബത്തും ഉഹദിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ പരിക്കുകളോടുകൂടി, പ്രയാസത്തോടുകൂടി തിരിച്ചു വരികയാണ്. അപ്പോൾ അതൊരു വാർത്ത കേൾക്കുന്നു. എന്താണ് ആ വാർത്ത? വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. സൂറത്തു ആല ഇംറാനിൽ 173-ാമത്തെ ആയത്തിലൂടെയാണ് ആ വാർത്ത കേൾക്കുന്നത്. ഇത്രയും മാത്രം പ്രയാസം, പ്രതിസന്ധിയും പരിക്കുകളുമായിക്കൊണ്ട് തൻ്റെ ഇഷ്ടപ്പെട്ടവരും സ്വന്തക്കാരുമായ പല സ്വഹാബിമാരും, 70ഓളം സ്വഹാബിമാർ രക്തസാക്ഷികളായ യുദ്ധം. ആ യുദ്ധത്തിന്റെ പ്രയാസം സഹിച്ച് മദീനയിലേക്ക് തിരിച്ചു വരികയാണ് ഉഹദിൽ നിന്ന്. അപ്പോഴാണ് ഒരു വാർത്ത കേൾക്കും. എന്താ വാർത്ത? ഇന്നന്നാസ ഖദ് ജമഊ ലക്കും. ഇല്ല, അബൂ സുഫിയാനും കൂട്ടരും മക്കയിലുള്ള മുശ്രിക്കീങ്ങളും സർവ്വ കക്ഷികളെയും സർവ്വ സന്യാഹങ്ങളുമായി വീണ്ടും നിങ്ങളെ യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട്. സർവ മനുഷ്യരന്മാരും ഒരുമിച്ച് കൂട്ടി വൻ സന്നാഹത്തോടു കൂടിയാണ് വീണ്ടും മുസ്ലിങ്ങളെ, നബിയെ, സ്വഹാബത്തെ നിങ്ങളെ യുദ്ധം ചെയ്യാൻ വേണ്ടി വീണ്ടും വരുന്നുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുക. ഫഖ്ശവും, പേടിപ്പെടുത്താൻ വേറൊരു വാക്കും പറയാം, അവരെ പേടിച്ചോളിട്ടോ, അവർ വൻ സന്നാഹമാണ്, ഇതോടുകൂടി നിങ്ങൾ തീർന്നു പോകുമെന്ന് നബിയോടും സഹാബത്തിനോടും പറഞ്ഞപ്പോൾ ആ സന്ദർഭം നേരത്തെ പറഞ്ഞു. ആ സന്ദർഭം നമ്മൾ കണ്ണിൽ കാണണം. അപ്പോഴാണ് നബിയുടെയും സഹാബത്തിന്റെയും മറുപടി ഫസാദഹും ഈമാന. ഈ വാക്കണ്ട് കേട്ടപ്പോൾ നിങ്ങൾ അവരെ പേടിച്ചോളിയും, ഭയപ്പെട്ടോളിയും, നിങ്ങൾ ഒന്നടങ്കം നശിപ്പിക്കും. ഇനിയൊരു ഇസ്ലാം ഇവിടെ ഉണ്ടാവുകയില്ല, ഇനിയൊരു മുഹമ്മദും കൂട്ടരും ഇവിടെ ഉണ്ടാവുകയില്ല. വൻ സന്നാഹമായി കൊണ്ടാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ വീണ്ടും നിങ്ങളെ യുദ്ധം ചെയ്യാൻ വരുന്നതെന്നുള്ള വ്യാജ വാർത്ത മുസ്ലിങ്ങൾക്കിടയിലുള്ള കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ ഇത് കേട്ട മുസ്ലിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈമാൻ കൂടി. ഫസാദഹും ഈമാന വഖാലു, എന്നിട്ട് പറഞ്ഞു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, എല്ലാം അല്ലാഹുവിൽ തന്നെ പരമേൽപ്പിക്കുന്നു, അവനാണ് പരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ. ഈ വാക്കാ പറഞ്ഞത്. എന്താ സംഭവിച്ചത്?
അബൂ സുഫിയാനും കൂട്ടനും പിന്നെ നബിയെ ആക്രമിക്കാൻ വന്നില്ല. പേടിച്ചവർ. അവർ പറഞ്ഞു, അവർക്കിടയിൽ ചർച്ചയായി. ഒരു തവണ നമ്മൾ പരാജയപ്പെട്ടു. പിന്നെ മുഹമ്മദിന്റെയും കൂട്ടരുടെയും ചെറിയൊരു അശ്രദ്ധ കാരണമാണ് നമുക്കൊരു ചെറിയ വിജയം വന്നത്. ഇനി മൂന്നാമതായി നമ്മൾ അവരോട് യുദ്ധം ചെയ്യാൻ പോയാൽ അവർ സർവ്വസജ്ജരാണ്, പകരം വീട്ടും. അതുകൊണ്ട് നമ്മൾക്ക് നഷ്ടങ്ങൾ കൂടുതൽ സംഭവിക്കും. അബൂ സുഫിയാൻ പറഞ്ഞു, ഇനി നമുക്ക് തിരിച്ചു പോവാം. എന്താ കാരണം? അവർ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചു. അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, എന്തായിക്കോട്ടെ, ആര് സർവസന്നാഹമായി ഞങ്ങളെ കൊല്ലാനും പേടിപ്പെടുത്തുവാനും നിഷ്ഠൂരമായി യുദ്ധം ചെയ്യുവാനും വന്നോട്ടെ, ഞങ്ങൾ അള്ളാഹുവിന്റെ തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹു മതി. വനിഅമൽ വകീൽ, പരമേൽപ്പിക്കുവാൻ അള്ളാഹുവിനേക്കാൾ ഉത്തമമായവൻ ആരുണ്ട് എന്ന അചഞ്ചലമായ വിശ്വാസം അവരുടെ മനസ്സിൽ രൂഢമൂലമായപ്പോൾ അള്ളാഹുവിന്റെ സഹായം അവർക്ക് കിട്ടി. യുദ്ധം നടന്നില്ല, അള്ളാഹു രക്ഷപ്പെടുത്തി. ഇനിയോ പല ആളുകളും നമ്മൾ ആക്ഷേപിക്കും, ഒറ്റപ്പെടുത്തും, പ്രയാസപ്പെടുത്തും. നാം ചെയ്യാത്തതിന്റെ പേരിൽ നമ്മളെ പല ആളുകളും ആരോപണ വിധേയമാക്കും. ഹക്ക് നമ്മളെ ഭാഗത്തേക്കാരും, പക്ഷേ ആളുകളൊക്കെ നമുക്കെതിരായിരിക്കും, നമ്മളോട് അനീതി കാണിക്കും, അക്രമം കാണിക്കും, ദ്രോഹിക്കും. പല ആരോപണങ്ങളും കുറ്റപ്പെടുത്തലും ഉണ്ടായി, ഒറ്റപ്പെടുത്തും. ആ സമയത്ത് സത്യവിശ്വാസി പറയേണ്ട വാക്കാണ് ഹസ്ബി അല്ലാഹ്. അതിലൊരു സന്ദർഭം, ബനു ഇസ്രായേൽ ഒരു സ്ത്രീ തന്റെ കുട്ടിക്ക് ഇങ്ങനെ മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബൈനമ ഇംറഅത്തുൻ തുർലിഉ ഇബ്നഹാ ഇദാ മർറ ബിഹാ റാകിബുൻ വഹിയ തുർലിഉ. ഒരു ഉമ്മ, ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു സ്ത്രീ തന്റെ കുട്ടിക്ക് ഇങ്ങനെ മുല കൊടുത്ത്, ചെറിയ പിഞ്ചു പൈതൽ മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ആരോഗ്യമുള്ള നല്ല കായിക ശേഷിയുള്ള ഒരാള് ഒരു വാഹനപ്പുറത്ത് ഇങ്ങനെ പോണ്ട്. ഇത് കണ്ടപ്പോൾ ഉമ്മമാരല്ലേ, ചെറിയ കുട്ടിയല്ലേ, ഈ കുട്ടിയെ നോക്കിക്കൊണ്ട് ആ ഉമ്മ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കണത്? അല്ലാഹുമ്മ ലാ തുമിത് ബിനി ഹത്താ യകൂന മിസ്ല ഹാദാ. അല്ലാഹുവേ, ഈ പോകുന്ന നല്ല ആരോഗ്യമുള്ള നല്ല കായിക ശേഷിയുള്ള ഇയാളെപ്പോലെ എൻ്റെ മകനെ വളർത്തുകയും എന്നിട്ട് ശേഷമേ അവനെ നീ മരിപ്പിക്കുകയും ചെയ്താൽ മതി. ഒരു ഉമ്മാന്റെ പ്രാർത്ഥന. എല്ലാ ഉമ്മമാരും അങ്ങനെയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉമ്മമാർക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ എന്താകണം. അതേ ഒരു സ്വപ്നം കണ്ടാണ് ഇവനെപ്പോലെ. കണ്ടില്ലേ, ഇവൻ എന്തൊരു മിടുക്കനാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്, കായികക്ഷമയുള്ളവനാണ്. ഇവനെപ്പോലെ ആക്കുന്നത് വരെ നീ എൻ്റെ മകനെ മരിപ്പിക്കരുത് എന്നും. കേട്ടോളി അടുത്തത്. ഈ മുല കൊടിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി പറയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ല. അല്ലാഹു ഇവനെ പോലെ നീ ആക്കരുത് എന്ന്. സ്വഹീഹായ ഹദീസിൽ വന്നതാ. ഈ മുല കൊടിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി പറയാണ്, അല്ലാഹുവേ, എൻ്റെ ഉമ്മപ്പ പ്രാർത്ഥിച്ച പോലെ എന്നെ ആക്കരുതേ എന്ന്. വീണ്ടും ആ കുട്ടി വീണ്ടും കുടിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ചു കൊണ്ടിരിക്കുക. അതൊക്കെ ഹദീസിലുണ്ട്. അതാ വേറൊരു സംഭവം. പിന്നീട് ഉമ്മ കാണുന്നത് വേറെ രംഗമാണ്. എന്താണ്? ഒരു സ്ത്രീയെ കുറെ ആളുകൾ ഭൂമിയുടെ വലിച്ചിഴച്ചു കൊണ്ടുകൊണ്ട് നിഷ്ഠൂരമായി പല ആരോപണ വാക്കുകളും ഗോഷ്ഠികളും കളിയാക്കലുകളും പറഞ്ഞുകൊണ്ടാണ് സ്ത്രീയെ പച്ചക്ക് ഇങ്ങനെ ഭൂമിയുടെ വലിച്ചു വെച്ചുകൊണ്ട്. അപ്പോൾ കുട്ടി മുല കൊടുച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഉമ്മാന്റെ അടുത്ത പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജ്അൽ ഇബ്നി മിസ്ലഹ. അല്ലാഹുവേ, ഇവളെപ്പോലെ ഒരു നിന്ദ്യമായ അവസ്ഥ എൻ്റെ മകൻക്ക് കൊടുക്കരുതേ. കാരണം ജനങ്ങളെല്ലാവരും ഒരു പാവമായ പെണ്ണിനെ എന്തോ ഒരു കുറ്റത്തും ആരോപിച്ചുകൊണ്ട് ആരോപണ വിധേയ ആ സ്ത്രീ ആ തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ആളുകൾ പറഞ്ഞുണ്ടാക്കിയതിന്റെ പേരിൽ ജനങ്ങൾ അവളെ പച്ചയ്ക്ക് ഭൂമിയുടെ വലിച്ചിഴച്ചു കൊണ്ടുപോവാൻ. അത് കണ്ടപ്പോൾ ഒരു ഉമ്മ ഈ കുട്ടിയെ കുറിച്ച് പറയണം, പടച്ചോനെ, എൻ്റെ മകനെ ഇവനെപ്പോലെ ആക്കരുതേ, ഇവളെപ്പോലെ ആക്കരുതേ. ഇത് കേട്ട കുട്ടി ഉടനെ ഉമ്മയുടെ പാല് കുടിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി ആ പാല് കുടി നിർത്തിയിട്ട് പറയാണ്, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹ. അല്ലാഹുവേ, അവരെപ്പോലെ എന്നെ ആക്കണേ, അവരെപ്പോലെ എന്നെ ആക്കണേ. ഇനി ഇതിന്റെ വിശദീകരണം ആരാ പറഞ്ഞ? സ്വഹാബത്ത് അള്ളാഹുന്റെ റസൂൽ തന്നെ പറഞ്ഞാണ്. എന്താ കൂട്ടരെ ഈ രണ്ട് സംഭവം? റസൂല് പറയാണ്, അമ്മർ റാക്കിബു, ആദ്യം പറഞ്ഞ വാഹന സവാരി നടത്തിയ നല്ല ആരോഗ്യമുള്ള കായികക്ഷേമയുള്ള അവൻ, അവൻ കാഫിറാണ്,
അവൻ സത്യവിശ്വാസിയല്ല, അവൻ തൗഹീദ് ഇല്ലാത്ത ആളാണ്. അതുകൊണ്ടാ കുട്ടി പറഞ്ഞത് എനിക്ക് അവനെ പോലെ ആവണ്ട എന്ന്. എന്നാൽ ആ സ്ത്രീയുണ്ടല്ലോ, ആരോപണ വിധേയയായ, കളിയാക്കലുകളും. എന്താണ് ആരോപണം? ഒന്നാമത്തെ ആരോപണം അവൾ വ്യഭിചരിച്ചു എന്നാണ്. വ്യഭിചരിച്ചതിന്റെ പേരിൽ തെളിവൊന്നുമില്ല, വ്യഭിചരിച്ചിട്ടില്ല അവൾ. ശരിക്ക് ആളുകൾ പറഞ്ഞുണ്ടാക്കി, എട്ടിച്ചമച്ച് അവളുടെ പേരിൽ വ്യഭിചാര കുറ്റമുണ്ടാക്കി അതിന്റെ പേരിൽ ശിക്ഷ നടപ്പിലാക്കിയതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ വ്യഭിചാരം നടത്തിയിട്ടില്ല. അങ്ങനെ കളിയാക്കാൻ തീർന്നില്ല, അതിങ്ങനെ വലിച്ചിഴച്ചു കൊണ്ട് അവളോട് വേറെയും പറയുന്നുണ്ട്, നീ വ്യഭിചാരം മാത്രമല്ല നടത്തിയത്, നീ കട്ടെടുത്തിട്ടുണ്ട്, നീ കള്ളത്തിയുമാണ്. നീ കേവലം ഒരു വ്യഭിചാരം മാത്രമല്ല നടത്തുന്നത്, കളവും നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ ഒരു പാവപ്പെട്ട സ്ത്രീയെ ആരോപണ വിധേയായിക്കൊണ്ട് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഈ ഉമ്മ പറയുന്നത്, അള്ളാഹുവേ ഇവളെപ്പോലെ എൻ്റെ മോനെ ആക്കരുതേ എന്ന്. പക്ഷേ മകൻ പറഞ്ഞു, അള്ളാഹുവേ ഇവരെ പോലെ എന്നെ നീ ആക്കണേ. എന്താണ് കാരണം? ഈ സ്ത്രീയെ ആളുകൾ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ഈ സ്ത്രീയുടെ നാവിൽ നിന്ന് ഒരേ ഒരു ദിക്ർ, ഒരേ ഒരു പ്രാർത്ഥന, ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹു മതി, എനിക്കല്ലാഹു മതി, എനിക്കല്ലാഹു മതി എന്ന് പറയാ. എന്താ പറയുന്നു ജനങ്ങൾ? നീ വ്യഭിചരിച്ചവളാ, നീ തെമ്മാടിയാ, നീ കട്ടെടുത്തവളാ. അവളുടെ മറുപടി എന്താ? ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. വതഖൂൽ, അവര് പറയാണ്, തസ്രീഖ്, നീ കള്ളത്തിയാണ്, നീ മോഷണക്കാരത്തിയാണ്. കേൾക്കുമ്പോൾ അവള് പറയാണ്, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്നാണ്. ഹക്കീം, ഏതാ സന്ദർഭം? നമ്മൾ ഇതിൽ നിന്ന് പാഠം എന്താ ഉൾക്കൊണ്ടത്? ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും നമ്മുടെ സമൂഹത്തിൽ നിന്നും, കൂട്ടത്തിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, ആദർശ ബന്ധുക്കളിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, ഭാര്യയിൽ നിന്നും, മക്കളിൽ നിന്നും, കുടുംബക്കാരിൽ നിന്നും കേൾക്കുമ്പോൾ അടിപെടാതെ, നാം ആ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നാം ആരോപണ വിധേയനല്ലെങ്കിൽ, നമ്മോട് അനീതി കാണിക്കുകയാണെങ്കിൽ, നാം ആക്രമിക്കപ്പെടുകയാണെങ്കിൽ, നമ്മൾ ഒരേ ഒരു ദിക്ർ, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. ഇതിനെല്ലാം പകരം ചോദിക്കാൻ, ഇതിനെല്ലാം പകരം മതിയായവൻ അള്ളാഹു മാത്രമാണ്. അതാണ് ഈ സ്ത്രീ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത്, അള്ളാഹുവേ അവളെ പോലെ എന്നെ ആക്കണേ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, കേവലം പറയാൻ എളുപ്പമാണ്. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഈ ആശയങ്ങളെയും ഈ രംഗങ്ങളെയും കൊണ്ടുവരിക. ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും നമുക്ക് പറയാൻ അതേ ഉള്ളൂ. ആദർശ പ്രബോധന രംഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് പല രൂപത്തിലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. ദീനിയായ ദഅവത്തിന് വേണ്ടി ഓരോ വീട്ടിലേക്കും കയറിറങ്ങുമ്പോൾ പലരും നമ്മൾ ആക്ഷേപിച്ചും പുറത്താക്കും. അവിടെയെല്ലാം ഏത് സമീപനമാകിരിക്കണം? കാരണം നമ്മളെടുത്തുള്ള ഹക്കാണ് 100%. അതുകൊണ്ട് ആര് എന്ത് പറഞ്ഞോട്ടെ, ആര് എന്ത് ഒറ്റപ്പെടുത്തിക്കോട്ടെ, ആര് നമ്മളെ ഊരുവിലക്ക് ഏർപ്പെടുത്തിക്കോട്ടെ, അവിടെയും നമ്മോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫൈൻ തവല്ലോ നബിയേ, മക്കയിലുള്ള മുശ്രിക്കുകൾ ഈ ദഅവത്തുമായി താങ്കൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാൻ അവർ വിസമ്മതിക്കും, അവർ ഓടും, കളിയാക്കും. ഫൈൻ തവല്ലോ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇത് പറഞ്ഞോളി, ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാഹു മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വഹുവ റബ്ബുൽ അർശിൽ അലീം, അവൻ മഹാസിംഹാസനത്തിന്റെ റബ്ബാണ്, അർശിന്റെ റബ്ബാണ്. എന്താണ് അർശ്? പഠിക്കണം. നമ്മളൊക്കെ ആയത്തുൽ കുർസിയിൽ പറയുന്ന വസിയ കുർസിയുസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയേക്കാൾ വലുപ്പമുണ്ട് അള്ളാഹുവിന്റെ കുർസി. അത് അള്ളാഹുവിന്റെ കാല് വെക്കുന്ന സ്ഥലമാണ് കുർസി എന്ന് പറഞ്ഞാൽ. എന്നാൽ അതിനേക്കാൾ ഇരട്ടി ഇരട്ടി വലുപ്പമുണ്ട് അള്ളാഹുവിന്റെ അർശ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ വ്യത്യാസം നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിന്റെ കുർസിയും അള്ളാഹുവിന്റെ അർശും തമ്മിലുള്ള വ്യത്യാസം പ്രവാചകൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ആകാശഭൂമികൾ, 7 ആകാശങ്ങളും ഭൂമിയും അതിലുള്ള സകല വസ്തുക്കളും കൊണ്ടുപോയി അള്ളാഹുവിന്റെ കുർസിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഭാരാഭാരമായി അറ്റമില്ലാതെ കിടക്കുന്ന ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം വെച്ച പോലെയാണെന്ന്. അതാണ് അള്ളാഹിന്റെ കുർസിന്റെ വലുപ്പം.
കണ്ണെത്താ ദൂരത്ത് പരാവരമായി പരന്നു കിടക്കുന്ന ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ എത്ര വലുപ്പമുള്ള ഒരു മോതിരം റിങ് കൊണ്ടുവച്ചാൽ എത്ര വ്യത്യാസമുണ്ടോ ആ മരുഭൂമിയും ആ റിങ്ങും, അതുപോലെയാണ് അള്ളാഹുവിന്റെ കുർസിയും. ഈ ആകാശഭൂമി മുഴുവൻ, ഒരാകാശം തന്നെ നമ്മൾ കണ്ടു തീർന്നിട്ടില്ല. ആകാശലോകത്ത് ഓരോ ദിവസം ഗാലക്സികൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്ര പ്രവിശാലമാണ്. അങ്ങനത്തെ 7 ആകാശങ്ങൾ, അങ്ങനത്തെ 7 ഭൂമി, അതിലുള്ള സകല വസ്തുക്കളും ഒരുമിച്ച് കൂട്ടി ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ എങ്ങനെയാണ് അതിന്റെ വ്യത്യാസം? ഒരു മോതിരം കൊണ്ടുവെക്കുന്നത് പോലെ. തീർന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ അർശോ, അള്ളാഹുവിന്റെ സൃഷ്ടിക അർശ്, അതാദ്യം പഠിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടിയാ അതിന്റെ വ്യത്യാസം എത്രയാ? ആ കുർസി കൊണ്ട് ഇത് പറഞ്ഞ ഈ കുർസി കൊണ്ട് അർശിൽ വെച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ് 7 ആകാശങ്ങളും 7 ഭൂമിയും അതിലുള്ള സകല വസ്തുക്കളും കൊണ്ടുപോയി ആ അർശിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മോതിരം, ഒരു ചെറിയൊരു മരുഭൂമിയിലെ ഒരു ചെറിയ മോതിരം എങ്ങനെയാണോ വ്യത്യാസം, അതുപോലെ ആയിരിക്കും ഒരു അള്ളാന്റെ ഈ കുർസി കൊണ്ട് അർശിൽ വെച്ച് കഴിഞ്ഞാൽ. വ്യത്യാസം പറഞ്ഞു വരികയാണ്. ആ അർശിൽ അതിന്റെ മഹത്തായ ഉടമസ്ഥന അള്ളാഹുവിൽ ഞാൻ തവക്കുൽ ചെയ്തു എന്നാണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് പറഞ്ഞാൽ ആ അർശിന്റെ ഉടമസ്ഥനായി ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ആദർശത്തെ അത് പ്രബോധനം ചെയ്യുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ, ശരിയായ സുന്നത്തും ഖുർആനും സുന്നത്തും അനുസരിച്ച് സലഫി മൻഹജ് അനുസരിച്ച് ജീവിക്കുമ്പോൾ, അതിലേക്ക് പച്ചയായിക്കൊണ്ട് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ, ഇന്നിന്റെ സാഹചര്യത്തിൽ പല രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പേടിപ്പെടുത്തുന്നുണ്ട്. നമ്മളെ ഒറ്റപ്പെടുത്തുവാൻ, മുസ്ലിങ്ങളെ 4 മൂലക്കും കൊണ്ടും അതുപോലെ തന്നെ പരാജയപ്പെടുത്തുവാൻ, പല രൂപത്തിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുവാനുള്ള പല ശ്രമങ്ങളും ആധുനിക സമൂഹത്തിലും ആധുനിക കാലഘട്ടത്തിലും പല വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പേടിക്കണ്ട. അവിടെ പറയണം ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. വനിഅമൽ വകീൽ, എല്ലാം സമർപ്പിക്കുവാനും എല്ലാം ബരമേൽപ്പിക്കുവാനും അല്ലാഹുവാണ് ഉത്തമൻ എന്ന് ഇത് പറഞ്ഞാൽ മതി. ആര് എങ്ങനെ വന്നാലും ശരി, ആ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും. അതുകൊണ്ട് പറയാൻ എളുപ്പമാണ്, പക്ഷെ അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ വാക്കിന്റെ ഓരോ കാര്യവും മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥവ്യാപ്തിയും ആശയവ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് പറയുക ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നാട്ടിലുള്ള ഇറാഖിലുള്ള സർവ്വ ആളുകളും അതുപോലെ അവിടുത്തെ രാജാക്കന്മാരും തന്റെ ഉപ്പയും അടക്കം എതിരായി ഒരു തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് ഒരു പീരങ്കിയിലാക്കിക്കൊണ്ട് ഭയാനകരമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സഹായത്തിന് വരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. മുഫസ്സിരീങ്ങൾ എന്റെ വക വല്ല സഹായം വേണോ എന്ന് ജിബ്രീൽ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നുണ്ട്. എല്ലാരും എതിരാണ്. കണ്ടില്ലേ, വലിയൊരു തീക്കുണ്ടാരമാണ്, ഉപ്പയും നാട്ടുകാരും എല്ലാം നിനക്കെതിരാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ സഹായിക്കണോ ചോദിച്ചപ്പോൾ ജിബ്രീലേ, നിന്റെ ഭാഗത്തു നിന്നാണ് സഹായം, എന്നാൽ എനിക്ക് വേണ്ട. എന്നാൽ രാജാതിരാജനായ ഖാലിഖ് അൽ ബാരി ആയ മുസവ്വിറായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായമാണോ, അതെനിക്ക് വേണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. അത്രേ ആൻസർ കൊടുത്തുള്ളൂ ജിബ്രീൽ അലൈഹി സ്വലാം. എനിക്കല്ല മതി, ബരമേൽപ്പിക്കുവാൻ ഉത്തമൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വാക്കിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുക. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ആരാക്ഷേപങ്ങൾ ആരോപണങ്ങളുമായി കുത്തുവാക്കുകൾ കൊണ്ട് നമ്മൾ പറഞ്ഞാലും, ന്യായം നമ്മളടുത്താണെങ്കിലും പക്ഷേ ആളുകൾ നമുക്കെതിരാണെങ്കിലും പറഞ്ഞോളും ഹസ്ബി അല്ലാഹ്, എനിക്കല്ലയുണ്ട്, വനിഅമൽ വകീൽ, എനിക്ക് എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിക്കുവാൻ
അള്ളാഹു തന്നെയാണ് ഉത്തമൻ എന്ന്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും റബ്ബിൽ സദാസമയം സർവ്വകാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫഅസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എല്ലാ ദിവസവും പ്രഭാതമാകുമ്പോഴും പ്രദോഷമാകുമ്പോഴും ഞാൻ പറയുന്ന ഈ വചനം ചൊല്ലിയാൽ നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തുമുള്ള മുഴുവൻ പ്രശ്നങ്ങളും ആ വചനം ചൊല്ലുന്നതോടുകൂടി അള്ളാഹു പരിഹരിച്ചു തരും. സാധാരണ നമ്മളുടെ രാവിലെ ചൊല്ലേണ്ട ദിക്റുകളിലും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളിലും ആ വചനമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആയത്തിൽ അള്ളാഹു പറഞ്ഞ ഈ വചനമാണ്. എന്താണ്? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇതൊരാൾ രാവിലെ ആകുമ്പോഴും വൈകുന്നേരം ആകുമ്പോൾ 7 തവണ. അതാണ് ചില കാര്യങ്ങൾ അള്ളാഹു എണ്ണം പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണത്തിൽ കറക്റ്റിൽ പറയണം. ചിലത് എണ്ണമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 7 തവണ അത് മനസ്സിരുത്തി ഒരാൾ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും അനുഭവിക്കുന്ന, അവൻ നേരിടാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ടെൻഷനുകൾക്കും അത് പരിഹാരമാണ്. നമ്മൾ പല സന്ദർഭവും പറഞ്ഞു, പല ചരിത്രങ്ങളും ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതൊക്കെ നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കുക, മനസ്സിൽ കാണുക. ഇത്തരത്തിലൊക്കെ സന്ദർഭത്തിൽ അള്ളാഹ് എന്താ പറഞ്ഞത്? അത് നേരിട്ട സ്വഹാബത്തും നബിമാരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞപ്പോൾ അള്ളാഹു അവരെങ്ങനെ സഹായിച്ചത്? പിന്നെയല്ലേ എൻ്റെ പ്രശ്നങ്ങൾ അത്രത്തോളമൊന്നുമില്ല. ഉഹദിന്റെ രണാങ്കണത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര പരിക്കുകൾ പറ്റി. എന്നിട്ട് അവർ പറഞ്ഞത് ഹസ്ബുൻ അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാ മതി. അവരോടുകൂടി അള്ളാഹു അവരെ സംരക്ഷിച്ചു. ആ സ്ത്രീയുടെ ചരിത്രം പറഞ്ഞു. അതുപോലെ പ്രബോധനത്തിൽ ഇറങ്ങുമ്പോൾ, അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാടൊട്ടക്ക് ലഅർജുമന്നകും വഹ്ജുർനി മലിയ. ബാപ്പ പറഞ്ഞു, മോനെ ഞാൻ എന്നെ കല്ലെടുത്തെറിയും, എന്റെ കണ്ണു മുമ്പിൽ കാണാൻ പാടില്ലായിരുന്നു. സൂറത്ത് ത്വാഹയിൽ കാണാൻ സാധിക്കും. ബാപ്പ പറയാം മോനോട്, ലഅർജുമന്നകും, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മഞ്ഞി വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ കിട്ടുന്ന കല്ലുകൊണ്ട് ഞാൻ എറിഞ്ഞാട്ടും. വഹ്ജുർനി മലിയ, എന്റെ കണ്ണ് എത്തുന്ന ദൂരത്ത് തന്നെ കാണാൻ പാടില്ലായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവിടെ രക്ഷിച്ചു. കൂനിയ ബർദം വസലാം, തീ ഇബ്രാഹിമിന് നീ തണുപ്പും സംരക്ഷണമാ. തണുപ്പ് പറഞ്ഞാൽ പല തണുപ്പും ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ചില നാട്ടിലൊക്കെ പോയി നമ്മൾ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ തണുപ്പിന് തന്നെ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അള്ളാഹ് പറഞ്ഞു, തണുപ്പ് മാത്രമല്ല, സലാമാകണം, ശാന്തിയാകണം, സുരക്ഷിതമാകണം. തണുപ്പുണ്ടാകുന്ന ഒരു ഉപദ്രവവും തീയെ ഉണ്ടാക്കരുത്. തീയുടെ പ്രകൃതി തന്നെ അള്ളാഹ് മാറ്റി. തീയുടെ പ്രകൃതി എന്താ? എല്ലാം കത്തിച്ചാമ്പലാക്കാൻ. അതിന് നേരെ ഓപ്പോസിറ്റ് പ്രകൃതിയാണ് കൊടുത്തത് അള്ളാഹ്. എന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിക്ർ നമ്മൾ പഠിക്കണം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലെ 129 ആയത്തിലുണ്ട്. ഇനി രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്ർ എടുത്തു വെക്കിയാൽ 7 തവണ ചൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താ കിട്ടുന്ന നേട്ടം? ഈ ലോകത്തും പരലോകത്തും നേരിടുന്ന സർവ്വ ടെൻഷനുകളും പ്രതിസന്ധികളും ആകുലതകളും ഉത്കണ്ഠകളും എല്ലാത്തിനും പരിഹാരം, പൂർണ്ണമായ രക്ഷ, നന്മയുട്ടും ഖൈറിൽ നിന്നെല്ലാം തന്നെ തടസ്സമുണ്ടാകും. അള്ളാഹു അത്തരത്തിലുള്ള ദിക്റുകളും ദുആകളും ജീവിതത്തിൽ ചൊല്ലി അള്ളാഹുവിലേക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മെ ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അൽ ഗഫൂറും അഫാറുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. واللهم صل وسلم على نبينا محمد والحمد لله.